السلام عليكم ورحمة الله. الحمد لله حمدا كثيرا طيبا مباركا فيه. أشهد أن لا إله إلا الله وأشهد أن محمد رسول الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാനപ്പെട്ട ഈ സദസ്സിൻ്റെ അധ്യക്ഷ EMGM ജില്ലാ പ്രസിഡന്റ് റസ്യാബി ടീച്ചർ, സ്വാഗത ഭാഷണം നടത്തിയ EMGM കോട്ടക്കൽ മണ്ഡലം സെക്രട്ടറി റഹ്മത്ത് ടീച്ചർ, ആശംസകൾ അർപ്പിച്ച വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ EMGM സാരഥികളെ, സഹോദരിമാരെ, മാതാക്കളെ, KNM, ISM, MSM നേതാക്കളെ, പ്രവർത്തകരെ, നമുക്ക് മുമ്പ് യാത്ര പോയ നമ്മുടെ നേതാക്കൾക്കും മാതാപിതാക്കൾക്കും നാഥ നീ മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. മുഴുവൻ ആളുകളെയും നീ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്ക റഹ്മാനെ. ഇത്തരം ചരിത്ര സമ്മേളനങ്ങളിൽ നിന്ന് നാം പുതുതലമുറകൾക്ക് നല്ല പാഠങ്ങൾ നൽകേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ ഭാഗത്ത് എവിടെയെങ്കിലും ഒരു പക്ഷിയുടെ ഒരു തൂവലോ ഒരു ചിറകോ കാണുകയാണ് എങ്കിൽ ഇവിടെ എവിടെയോ ഒരു പക്ഷിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ നാം ഒരുപാട് കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്നിട്ടുണ്ട് എന്നതിനെ തെളിവായിക്കൊണ്ട് ഒരു പക്ഷി ഒരു തൂവൽ ഇവിടെ ഇട്ടേച്ചു പോയതുപോലെ എന്തെങ്കിലും കർമ്മങ്ങളോ അടയാളങ്ങളോ ബാക്കി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുൻഗാമികളായ നമ്മുടെ കുഞ്ഞു ബിബി ടീച്ചർ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞുപോയ നമ്മുടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ നമുക്ക് കാണിച്ചു തന്ന മാതൃകകളൊക്കെ പിൻപറ്റിക്കൊണ്ട് എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ ബാക്കി വെച്ച് മരിച്ചു പോകുവാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വനിതാ സംഗമത്തിന്റെ സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അള്ളാഹുവിന്റെ നാമത്തിൽ നിർവഹിച്ചതായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയിക്കുകയാണ്. അതെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് പറഞ്ഞിട്ടുള്ളതുപോലെ നാം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്ന ചരിത്രങ്ങളാണ് കേരളത്തിന്റെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് പറയുവാനുള്ളത്. ഇസ്ലാഹി പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ മാറ്റങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ പഴയ ചരിത്രങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സ്വാതന്ത്ര്യ സമര ചരിത്രമാവട്ടെ, ഇന്ത്യയുടെ ചരിത്രമാകട്ടെ, ആ ചരിത്രമൊക്കെ പൂർത്തിയാകണമെങ്കിൽ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള നേതാക്കളുടെ ചരിത്രം പറയാതെ ഒരിക്കലും അത് പൂർത്തിയാകുകയില്ല എന്നും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം. അതെ, പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവിയെ പോലെ ഒരു മഹല്ലിൽ ഇറങ്ങിയാൽ ഏത് പള്ളിയിൽ കയറിയാലും പറപ്പൂർ അബ്ദുറഹ്മാൻ മൗലവി എന്ന് പറയുമ്പോൾ, അതെ, ഞാൻ കൂടുതൽ സമയക്കുറവ് മൂലം അത്തരം വിഷയങ്ങളിലേക്കും എന്നൊന്നും കടക്കാതെ പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിലിരിക്കുന്ന ഒരു പറ്റം സഹോദരിമാർക്ക് വേണ്ടി ഒരിത്തിരി കാര്യം പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മുൻഗാമികളായിട്ടുള്ളവരുടെ ഓരോരുത്തരുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ അതിൽ ചിലത് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ഈ മൊയ്തു മൗലവിയുടെ ചരിത്രം നാം ഒന്ന് നോക്കുകയാണ് എങ്കിൽ അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാവാണ് എന്നും അതോടൊപ്പം അതേ മൊയ്തു മൗലവി ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയവരാണ് എന്നും നമുക്കറിയാം. കേരളത്തിൽ പൊതുവെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥം നോക്കിയാൽ നമുക്ക് ഏവർക്കും മനസ്സിലാക്കാൻ, വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഏത് സദസ്സിലും, പ്രത്യേകിച്ചും സ്ത്രീകളുടെ സദസ്സിൽ പറയുന്ന, അതായത് ആദ്യ കാലഘട്ടം ഏതവസ്ഥയിലായിരുന്നു എന്ന് ഈ മൊയ്തു മൗലവിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മൾ എന്നും കേൾക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീയുടെ അവസ്ഥ. അന്ന് സ്ത്രീ സ്വന്തം ഭർത്താവിന്റെ പേര് പറഞ്ഞാൽ വരെ ത്വലാഖായി പോകും എന്ന് വിശ്വസിക്കുന്ന ഒരു കാലം അന്നുണ്ടായിരുന്നു. അങ്ങനെ ഭർത്താവിന്റെ പേര് പറഞ്ഞു പോയാൽ ത്വലാഖാണ്. അങ്ങനെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ കൂർമ്മ ബുദ്ധി
നോക്കിക്കൊണ്ട് ഒരു സഹോദരി ഒരു പോംവഴി കണ്ടു. അതെ, ഭർത്താവിന്റെ പേര് ചോദിച്ചപ്പോൾ 50 കൂട്ടണം 50 സമം B എന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒന്നുകൂടി വ്യക്തമായി നാം പറയുകയാണ് എങ്കിൽ എല്ലാ രംഗത്തും പിന്തള്ളപ്പെട്ടപ്പോൾ അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അറിവിലൂടെ മുന്നോട്ട് നയിച്ചത് നമ്മുടെ മുൻഗാമികളായ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളാണ് എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ അതെ, നരകത്തിന്റെ ഭാഷയാണ് പഠിച്ചു പോകരുത്, അവർക്ക് പഠിക്കാൻ അനുവാദമില്ല, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടേണ്ടവളല്ല, അങ്ങനെയുള്ള ഒരു കാലം ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ള ഈ തലമുറയോട് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കൂടെയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ നേതാക്കൾ അനുഭവിച്ച ത്യാഗം എത്ര വലുതാണ് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ നേതാക്കൾ അവരുടെ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചത് മഹത്തായ നവോത്ഥാനത്തിന്റെ ത്യാഗത്തിന്റെ ഏടുകൾ മാത്രമാണ് എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതെ, പരിശുദ്ധ ഖുർആനിൽ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രവും നമുക്കറിയാം. അതെ, പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുകയാണ്, ബുദ്ധിമാന്മാർക്ക് ഗുണപാഠമായിക്കൊണ്ട് അവരുടെ ചരിത്രത്തിൽ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പഠിപ്പിക്കുന്നു. മാ കാന ഹദീസൻ യുഫ്തറ, ഒരിക്കലും ആ ചരിത്രങ്ങളൊന്നും കെട്ടിച്ചമച്ചുണ്ടാക്കിയതല്ല. വലാകിൻ തസ്ദീഖൽ ലദീ ബൈന യദൈ, അതിന്റെ മുമ്പുള്ളതിനെ ശരിവെക്കുന്നതും വതഫ്സീല കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിന്റെ വിശദീകരണം നൽകുന്നതും വഹുദം വറഹ്മതൻ ലിഖൗമി യുഅ്മിനൂൻ, വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് മാർഗദർശനമായിക്കൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്തായിക്കൊണ്ട് കാരുണ്യമായിക്കൊണ്ട് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കുന്നതിന് അവർ ചിന്തിക്കുന്ന ആളുകൾക്കും ബുദ്ധിയുള്ളവർക്കും അതിൽ ഗുണപാഠമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ചരിത്രത്തിലേക്ക് ഒന്ന് കടന്നു പോകുമ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാൻ സാധിക്കും. ആ പാഠമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വരും തലമുറയ്ക്ക് ഇത്തരം ചരിത്ര സമ്മേളനങ്ങളിൽ നിന്ന് നമ്മൾ നൽകേണ്ടത് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാം പരിശുദ്ധ ഖുർആനിലെ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിക്കുമ്പോൾ അതിൽ ഒരു മനുഷ്യനെ കൊല്ലാൻ, അസൂയമൂത്ത് കൊല്ലാൻ ഒരവസ്ഥയും അതിൽ നിന്ന് കൊട്ടാരത്തിലെ രാജാവിന്റെ വരൻ ചുരുക്കാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പ്രലോഭിപ്പിക്കുകയും അങ്ങനെ ചെയ്ത തെറ്റിനെയും കുറ്റത്തിനെയും ന്യായീകരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ആ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം, ഇങ്ങനെയൊന്ന് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരാനോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകരുത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. അതേപോലെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയ കാത്ത ആ റബ്ബ് നമ്മെ സഹായിക്കുമെന്നും അത്തരം ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പാഠമാണ് നമ്മുടെ തലമുറക്ക് ഇത്തരം ചരിത്ര സമ്മേളനങ്ങളിലൂടെ നമ്മൾ നൽകേണ്ടത്. നോക്കൂ, KM മൗലവി അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുറച്ച് ആളുകളും യാത്ര, അതായത് കൊടുങ്ങല്ലൂരിലേക്ക് യാത്ര നിശ്ചയിച്ചുകൊണ്ട് തോണിയിൽ കയറിയ ഒരു സംഭവം നമുക്കറിയാം. തോണി മാർഗം യാത്ര ചെയ്യുമ്പോൾ പോലീസുകാരൻ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചപ്പോൾ തോണിക്കാരൻ അതെ നമ്മൾ പാടൂരിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉടനെ KM മൗലവി ചോദിച്ചൊരു ചോദ്യമുണ്ട്, കൊടുങ്ങല്ലൂരിലേക്ക് പോകാൻ ഉദ്ദേശിച്ച നമ്മൾ എന്തുകൊണ്ട് പാടൂരിലേക്ക് എന്ന് പറഞ്ഞു? ഇത് ഞാൻ അറിയാതെ നമ്മുടെ നാടിന്റെ പേര് പറഞ്ഞു പോയതാണ്. ഉടനെ പോലീസുകാരൻ തിരിച്ചു ചോദിച്ചിട്ടുണ്ട്, കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന നിങ്ങൾ എന്തിനാണ് ഈ ഭാഗത്തേക്ക് ഈ കരയിൽ അടുപ്പിച്ചത് എന്നും ചോദിച്ചു. ഉടനെ KM മൗലവി അദ്ദേഹത്തിനോട് തോണിക്കാരനോട് പറഞ്ഞത്, എങ്കിൽ നമ്മുടെ യാത്ര ഇനി പാടൂരിലേക്കാണ്. പ്രിയപ്പെട്ടവരെ, ആ സത്യസന്ധത ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ ഓരോ സംഭവങ്ങളിൽ നിന്നും. അതേപോലെ മലബാർ ലഹള നടക്കുന്ന സമയത്തും അദ്ദേഹം പരപ്പനങ്ങാടിയിൽ നിന്ന് ഷൊർണൂരിലേക്ക് ഒരു വ്യക്തിയെ കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് കോൺസ്റ്റബിൾ ഷൊർണൂരിൽ ഇറങ്ങിയ സമയത്ത് കോൺസ്റ്റബിൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്, എവിടുന്ന് വരുന്നു, എന്തിനാണ് വന്നത്? ഓരോ ചോദ്യത്തിനും വളരെ സത്യസന്ധമായി മറുപടി പറയുന്ന ആ മഹാനായ മനുഷ്യനെ കണ്ടപ്പോൾ പോലീസുകാരൻ അങ്ങോട്ട് ഉപദേശിക്കാൻ, നിങ്ങൾ ഇങ്ങനെയൊന്നും സത്യമൊന്നും പറഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, അതുകൊണ്ട് നിങ്ങൾ എവിടത്തേക്കെങ്കിലും എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആവശ്യം തീർത്ത് പുളിക്കലിലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ ചോദിച്ചു,
നമ്മൾ ഇത്തരം പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് അങ്ങ് സത്യം പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോൾ KM മൗലവി നൽകിയ മറുപടി, അള്ളാഹു വിധിച്ചാൽ എന്ത് പറഞ്ഞാലും രക്ഷപ്പെടുകയില്ല എന്ന് നമുക്കറിയാം. ഇനി അവന്റെ വിധിയില്ല എങ്കിൽ സത്യം പറഞ്ഞാൽ ആർക്കും നമ്മെ പിടിക്കാൻ കഴിയുന്നതുമല്ല. പ്രിയപ്പെട്ടവരെ, ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം, അദ്ദേഹത്തിന്റെ ആ ഒരു ഈമാനിന്റെ പൂർണ്ണതയുണ്ടല്ലോ, അതെ, ഇത്തരം മാതൃകകൾ ആദരിക്കേണ്ട മാതൃക നമ്മൾ മനസ്സിലാക്കണം. ആ സത്യസന്ധത, ആ ഈമാനിന്റെ പൂർണ്ണത, അല്ലാഹുവിൽ തവക്കുൽ ചെയ്തുകൊണ്ട് പടച്ച റബ്ബ് നമ്മെ കൈവിടുകയില്ല എന്ന ആ ഒരു ഉറച്ച ദൃഢവിശ്വാസം, ഇത്തരത്തിലുള്ള ഈ മാതൃകകളാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുകരിക്കേണ്ടത്. ഇനി അദ്ദേഹത്തിന്റെ പത്നിയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ തിരിയുകയാണ് എങ്കിൽ ഫാത്തിമക്കുട്ടി സാഹിബയെ കുറിച്ച് നമുക്കറിയാം. ചരിത്രം പഠിപ്പിക്കുന്നു ആത്മസംയമനവും സഹനവും ധീരതയും ഒരുപോലെ ഒത്തിണങ്ങിയ ഒരു സഹോദരി. പോലീസുകാരുടെ ഭീഷണികൾക്കോ പ്രലോഭനങ്ങളുടെയും മുമ്പിൽ ഒരു തരത്തിലും പതറുകയോ ഇടറുകയോ ചെയ്യാതെ മുന്നോട്ട് പോയ ഫാത്തിമക്കുട്ടി സാഹിബയെ നമുക്കറിയാം. ഇതേപോലെ ഒരിക്കൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവരോട് ഒരു അന്വേഷണ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഒപ്പുവെക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, എന്റെ ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒരു പേപ്പറിൽ ഞാൻ ഒപ്പുവെക്കുകയില്ല എന്ന് പോലീസ് ഉദ്യോഗസ്ഥരോട് മറുപടി പറഞ്ഞ സമയത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ വല്ലാത്തൊരു മാപ്പിള പെണ്ണി എന്ന് പറഞ്ഞു പോയതും പ്രിയപ്പെട്ടവരെ ആ ചരിത്രമൊക്കെ നമുക്കറിയാം. അങ്ങനെ കേരള മുസ്ലിം ഐക്യസംഘത്തിന്റെ നേതാവായിരുന്ന ഖാൻ ബഹദൂർ അച്ചക്കോയ തങ്ങൾ സ്ഥലം നൽകിയിട്ട് തുടങ്ങിയ ഒരു സ്കൂളിന്റെ ആദ്യത്തെ പ്രധാന അധ്യാപികയായ മുത്തു ബീവിന്റെ സ്കൂൾ എന്നറിയപ്പെട്ട സഹോദരി മുതൽ M ഹലീമ ബീവി മുതൽ TC കുഞ്ഞാച്ചുമ്മ മുതൽ നമുക്കറിയാം, മുസ്ലിം സ്ത്രീകളുടെ, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയും വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പൊരുതി മുന്നോട്ട് പോയ എത്രയോ മുൻഗാമികളായ സ്ത്രീ സാരഥികൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ചരിത്രം മനസ്സിലാക്കിയും പഠിച്ചും കാലങ്ങൾ തള്ളു നീക്കുമ്പോൾ ഈ ലോകത്തിന് വേണ്ടി എനിക്ക് പടച്ച റബ്ബ് തന്ന ഈ ആരോഗ്യം, ഈ ആയുസ്, ഇതൊക്കെ നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചോ, ഞാൻ എന്ത് ചെയ്തു, ഇതൊക്കെ നമ്മൾ കേൾക്കുന്നു. അതെ, ഇനി വരും തലമുറക്ക് ഇതുപോലെ എന്തെങ്കിലും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരടയാളം ബാക്കി വെച്ചുകൊണ്ട് മരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതല്ലേ? ഒന്നുകൂടി നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിയുകയാണ് എങ്കിൽ നമുക്കറിയാം, മഹനീയ ഹാജറ ബീവിയെ കുറിച്ച്, തന്റെ മകനെയും എടുത്ത് ആ മാതാവ്, അതെ, ആ ചരിത്രമൊക്കെ നമ്മൾ വിശദമായി നമ്മൾ പഠിക്കുകയും അതിനെക്കുറിച്ച് അതിൽ നിന്ന് നമുക്കൊരു പാഠം, അതിൽ നിന്ന് കിട്ടുന്ന ഒരു പാഠം എന്താണ് പ്രിയപ്പെട്ടവരെ? സ്വന്തം മകനെ വിട്ടുകൊടുക്കാൻ, സ്വന്തം പൊന്നുമോനെ വിട്ടുകൊടുക്കാൻ മാത്രം ത്യാഗം കാണിച്ച ആയിഷ റളിയല്ലാഹു അൻഹയും ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വമാണ് പ്രിയപ്പെട്ടവരെ ആയിഷ റളിയല്ലാഹു അൻഹ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെ 10 വർഷം ജീവിച്ചിട്ട് 100 വർഷം ജീവിച്ചാൽ നേടുന്ന അറിവ് നേടിക്കൊണ്ട് ഏറ്റവും നല്ല ആലിമത്തായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഏറ്റവും നന്നായി പഠിച്ച് അനന്തരാവകാശ നിയമമാകട്ടെ കർമ്മശാസ്ത്രമാകട്ടെ അങ്ങനെ എല്ലാത്തിലും അഗ്രഗണ്യയായിക്കൊണ്ട് സ്വഹാബാ പുരുഷന്മാർ വരെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കാറുണ്ടായിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ നിന്ന് പഠിപ്പിച്ചു തരുന്നു. ഇങ്ങനെയുള്ള മഹിളകൾ, ആ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ച് നമ്മളിങ്ങനെ ദിവസങ്ങൾ തങ്ങി നീക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതെ, ഇറ്റ് ഹാസ് ടു പെർക്കുലേറ്റ് ഡീപ് ഡൗൺ ടു ദി ഹാർട്ട് ഓഫ് സൊസൈറ്റി. ഒരു സഹോദരിയെ സംബന്ധിച്ച്, ഒരു പെണ്ണിനെ സംബന്ധിച്ച് വളരെ ആഴത്തിൽ സമൂഹത്തിന്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന രൂപത്തിലുള്ള ചരിത്രങ്ങൾ, മാതൃകകൾ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ട് കൂടി നമ്മൾ ഇതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്ന ഒരവസ്ഥ നമുക്കൊരിക്കലും വന്നു പോയിക്കൂടാ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ ചെറിയ ഉദ്ഘാടന ഭാഷണത്തിന്റെ ഉള്ളിൽ എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരുടെ എനിക്ക് നൽകുവാനുള്ള ഉപദേശം, മുസ്ലിം ഗേൾസ് ആൻഡ് വിമൻസ് മൂവ്മെന്റ് എന്ന വനിതാ വിങ് ഇന്ന് യൂണിറ്റ് തലം മുതൽ ജില്ലാ തലം വരെ ഒക്ടോബർ നവംബർ മാസം കാലത്തിനൊപ്പം കരുത്തോടെ സ്ത്രീശക്തി എന്ന ക്യാമ്പയിൻ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക വർത്തമാനകാലത്തെ പ്രത്യേക സാഹചര്യം, യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് അറിയാം, മുത്തലാഖ് ബന്ധപ്പെട്ട
വിശദീകരിക്കാൻ സമയമല്ല. നമ്മുടെ സ്ത്രീകളോട് സ്നേഹമുള്ളതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞ് 1937 നിലവിൽ വന്ന ഇസ്ലാമിക ശരീഅത്ത് ആക്ടിനെതിരെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരു സഹോദരി പിതാവ് മരണപ്പെട്ടപ്പോൾ തനിക്ക് സ്വത്ത് ലഭിക്കണമെന്ന് അതേ നാട്ടാചാര പ്രകാരം പെണ്ണിന് സ്വത്തില്ലാത്ത ഒരു കാലം, അങ്ങനെ കീഴ്ക്കോടതി മുതൽ മേൽക്കോടതി വരെ പോയിട്ടും കിട്ടാതെ അവസാന ദൈവബന്ധുലമാക്കളടക്കമുള്ള ആളുകൾ പൊട്ടിപ്പുറപ്പെടുവിച്ച ലഹള അവസാനം അത് ചെന്നെത്തിയത് 1937 ഇസ്ലാമിക ശരീഅത്ത് ആക്ട് നിലവിൽ വന്നു. അതൊക്കെ നമുക്കറിയാം. അങ്ങനെയുള്ള ഇന്ന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കാലത്തിനൊപ്പം കരുത്തോടെ സ്ത്രീശക്തി എന്ന ക്യാമ്പയിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് നേടാനുള്ളതും സമൂഹത്തിനോട് പ്രതികരിക്കാനുള്ളതും അതോടൊപ്പം കാലത്തോടൊപ്പം കരുത്തോടെ സ്ത്രീകളായ നമ്മൾ സന്ദർഭത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് നമുക്ക് നേടാനുള്ളത് എന്താണോ അതൊക്കെ നേടിയെടുക്കുവാനും സമൂഹത്തെ മുഖ്യധാരയിൽ ഉയർത്തുവാൻ നമുക്ക് അതിനാണ് MGM. അതെ, അപ്പോൾ സ്ത്രീകളായ നമ്മെ സംബന്ധിച്ച് നമ്മുടെ ഉത്തരവാദിത്വം അതൊരു അമാനത്താണ്. അത് ഒരു കുടുംബിനി എന്ന നിലയിലാകട്ടെ, തന്റെ മക്കളുടെ വിഷയത്തിലാകട്ടെ, ഭർത്താവിനോടുള്ള വിഷയത്തിൽ, മാതാപിതാക്കളോടുള്ള ഏതായാലും ആ ഉത്തരവാദിത്വം അത് അമാനത്താണ്. അതിൽ നമ്മൾ ഒരു കാരണവശാലും വീഴ്ച വരുത്തരുത്. ഒരു സ്ത്രീ എന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ അൽ മർഅത്തുൻ സ്വാലിഹ, സ്വാലിഹത്തായ ഒരു പെണ്ണ്, പക്വമതിയായ ഒരു പെണ്ണാണ് ഭൂമിയിലെ ഏറ്റവും ഉത്കൃഷ്ട വസ്തു എന്നൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ഉത്തരവാദിത്തം. അതിൽ വീഴ്ച വരുത്താൻ പാടില്ല. സ്വന്തം കാര്യത്തെക്കാളും പ്രിയപ്പെട്ടവരെ നമ്മൾ മുൻഗണന നൽകേണ്ടത് നമ്മൾ ദീനിന് മുൻഗണന നൽകിക്കൊണ്ട് മനുഷ്യരെ, മറ്റുള്ളവരെ സ്നേഹിക്കാൻ അത്തരം വിഷയത്തിലൊക്കെ പ്രസക്തിയും പ്രാധാന്യവും നൽകിക്കൊണ്ട് നമ്മൾ മറ്റൊരു ഭാഗത്തേക്ക് തിരിയണം. അതേപോലെ വീടിനകത്തും പുറത്തും എന്നിൽ അർപ്പിക്കപ്പെട്ട കടമകൾ എന്താണോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കടമകൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഈ ലോകത്തങ്ങ് ജീവിച്ചു തീർന്നാൽ പോരാ, നാളെ പാരത്രിക മോക്ഷം നേടേണ്ടവരാണ് പടച്ച റബ്ബേ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ, നിന്റെ ശരീരത്തെയും വഅഹ്ലീകും നിങ്ങളുടെ കുടുംബങ്ങളെയും മുഴുവൻ ആളുകളെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ട ഒരു ബാധ്യതയും നമുക്കുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പ്രത്യേകിച്ചും സ്ത്രീകൾ, ഒരു പെണ്ണ്, ഒരു സഹോദരി, അവൾ നന്നായാൽ കുടുംബത്തെയും അതുവഴി സമൂഹത്തെയും അങ്ങനെ ഒരു സമാധാനത്തോടു കൂടി കിടന്നുറങ്ങി ഉണരാൻ പറ്റുന്ന ഒരു കേരളം, ഇതൊക്കെ നമ്മൾ വെറും വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ആശ വെച്ചത് കൊണ്ടോ നടക്കുന്ന സംഗതിയല്ല എന്നതും സഹോദരിമാരെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ചരിത്രം നമുക്കൊരു മാതൃകയായി ജീവിക്കുവാനും അതേപോലെ മറ്റുള്ളവർക്ക് നല്ല ഒരു പാഠം നൽകിക്കൊണ്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതുണ്ട്. നമുക്കറിയാം ശൈഖ് ഇബ്നു ബാസിനെ കുറിച്ച്. അതെ, കണ്ണിൽ അന്ധനായ മനുഷ്യൻ, എന്നാൽ അന്ധനായ സഹോദരൻ, നിരവധി കണ്ണുള്ള ആളുകൾക്ക് പ്രകാശം നൽകുന്ന നിലയിലുള്ള ഗ്രന്ഥം രചിച്ച ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു എന്നും മദീന യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആയിരുന്നു എന്നൊക്കെ നമുക്കറിയാം. ശൈഖ് ഇബ്നു ബാസിനോട് ഒരു പറ്റം യുവാക്കൾ ചോദിച്ചു, അങ്ങ് 90 വയസ്സായല്ലോ, ഈ വയസ്സായിട്ടും അങ്ങയുടെ ഈ ഉന്മേഷത്തിന്റെ ഈ ചുറുചുറുക്കിന്റെ പിന്നിൽ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ഷെയ്ഖ് ഇബ്നു ബാസ് നൽകിയ മറുപടി, കർമ്മനിരതമായ മനസ്സിന്റെ ഉടമകൾക്ക് ഒരിക്കലും തളർച്ച ബാധിക്കുകയില്ല. ആ തളർച്ച ബാധിക്കാതെ പ്രിയപ്പെട്ടവരെ, നമ്മിൽ അർപ്പിതമായ കർത്തവ്യം, നമ്മുടെ ഉത്തരവാദിത്വം അതൊരു അമാനത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടവരാണ്. നമ്മെ സംബന്ധിച്ച് പടച്ച റബ്ബ് നമുക്ക് ഒരുപാട് അനുഗ്രഹം തന്നിട്ടുണ്ട്. ഒരാൾക്കും തോന്നിപ്പോവരുത്, താഴോട്ട് നോക്കിപ്പോവരുത്. നമുക്ക് റബ്ബ് തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം അറിയണമെങ്കിൽ നമ്മൾ ലോകത്ത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഭാര്യമാരായ, മാതാക്കളായ, സഹോദരിമാരായ പല സഹോദരിമാർ ജീവിതത്തിൽ പടച്ചിറപ്പ് നൽകിയ പരീക്ഷണത്തിന്റെ മുന്നിൽ പല വിഷമങ്ങൾ അള്ളാഹു നൽകിയിട്ട് അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരിലേക്ക് ഒന്ന് കണ്ണു തിരിയുമ്പോൾ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിനെ ഈ വയസ്സ് വരെ ആയുസ് തന്നിട്ട് എന്ത് ചെയ്തു എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ആലോചിക്കണം. നഷ്ടകാരികളായി നാളെ പടച്ചിറപ്പിലേക്ക് തിരിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് വന്നു പോവരുതേ. ഞാൻ കണ്ണൂർ ജില്ലയിൽ MGMന്റെ പ്രവർത്തകർ നടത്തുന്ന ഒരത്താണിയെക്കുറിച്ച് നമ്മുടെ MGM-കാരികളായിട്ടുള്ള സഹോദരിമാർക്കൊക്കെ അറിയാം. ആ സ്ഥാപനത്തിലെ നമ്മുടെ കൂടെ 1.5 വർഷമായി ഒരു മറിയമ്മ എന്നൊരു സഹോദരിയുണ്ട്.
10 മക്കളെ പ്രസവിച്ചിട്ടെ 10 മക്കളിൽ 6 പെൺമക്കളെയും 4 ആൺമക്കളെയും പ്രസവിച്ചിട്ടുണ്ടായിരുന്നു. 6 പെൺമക്കളും പ്രിയപ്പെട്ടവരെ 18ഉം 16ഉം 20ഉം 23 വയസ്സിൽ പല അസുഖവും പലതും വന്നിട്ട് 6 പെൺമക്കളും മരണപ്പെട്ടു. 4 ആൺമക്കളിൽ 3 ആൺമക്കൾ ഒന്ന് കല്യാണം കഴിഞ്ഞതിന് ശേഷമോ 2 ആൺമക്കളും 18ഉം 24 വയസ്സ് പ്രായത്തിലൊക്കെ അങ്ങനെ 9 മക്കളും മരണപ്പെട്ടു. ഈ 10 മക്കളെ പ്രസവിച്ചതിൽ 9 മരിച്ച് 1 ബാക്കി. ആ ബാക്കിയായ മകൻ മന്ദബുദ്ധിയ ജന്മന. നിങ്ങൾ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, 10 മക്കൾ അല്ലാഹു നൽകിയിട്ടെ അതിൽ 9 മക്കളെയും പടച്ചറബ് തിരിച്ചു വിളിക്കുകയും 1 ബാക്കിയാക്കിയിട്ട് അത് മന്ദബുദ്ധിയായി ഒന്നും ചെയ്യാൻ പറ്റാതെ പരസഹായമില്ലാതെ ഒരു വെള്ളം കുടിക്കാനോ ഒന്നും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു മാതാവിന്റെ മുന്നിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പൊന്നുമോൻ. ആ സഹോദരിക്ക് 67 വയസ്സാണ്. പക്ഷേ 67 വയസ്സുള്ള ആ സഹോദരിയെ കാണുമ്പോൾ 100 വയസ്സായതുപോലെ ചുക്കിച്ചുളിഞ്ഞ് കണ്ണൊക്കെ ഇങ്ങനെ അമർത്തിപ്പൂട്ടിയിട്ട് 2 കൈ ഇങ്ങനെ തോളിൻ്റെ ഉള്ളിലും കഴുത്തിൻ്റെ ഉള്ളിലും പൂട്ടി വെച്ചിട്ട് ആരെങ്കിലും ഒരിത്തിരി വെള്ളം വായിൽ നിർബന്ധിച്ചു കൊടുത്താൽ മാത്രം വാങ്ങിക്കുടിക്കുന്ന, ആരെങ്കിലും നിർബന്ധിച്ചെങ്കിൽ മാത്രം ഒരു തുള്ളി ഭക്ഷണം കഴിക്കുന്ന ഒരു മറിയമ്മയെ പോലുള്ള പല സഹോദരിമാർ ലോകത്തിന്റെ നാനാഭാഗത്ത് കഴിയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ. അള്ളാഹുവിന്റെ പരീക്ഷണം അതെ. അതുകൊണ്ട് അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹത്തിന്റെ വലുപ്പം, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്കാരാണ് തന്നത് എന്നും ആ അനുഗ്രഹം തന്നവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് പരിശുദ്ധ ഖുർആനെന്നും അള്ളാഹുവിന്റെ പ്രവാചക ചര്യയും നമുക്ക് നൽകിയ പാഠമെന്നും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം ചരിത്ര സമ്മേളനങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പരിപൂർണമായും ഉൾക്കൊണ്ടുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കൾക്കും താവൈ വരാനുള്ള തലമുറക്കും നമ്മെക്കുറിച്ച് എന്ന് പറപ്പൂർ അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് പറയാനുള്ളത് പോലെ എന്തെങ്കിലും കർമ്മങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് യാത്ര പോകാൻ നാഥാ നീ നമ്മെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇത്തരം ചരിത്ര സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിന് വലിയ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ വലിയ ഒരു ചരിത്ര സമ്മേളനമാക്കി ഇതിനെ നീ അനുഗ്രഹിക്കുന്നാഥ. നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി വയഫ്ഖഹു ഖൗലി റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആമന്നാ ഫക്തുബിനാ نعم الشاهدين آمين 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 برحمتك يا أرحم الراحمين وآخر دعوانا أن الحمد لله رب العالمين.